ഓരോ ദിവസവും നമ്മൾ മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞും വലിയ വലിയ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. ആൻഡ് വാട്ട് ഇഫ് വി നോട്ട് ഇറ്റ് ഓൾ ഡൗൺ? നമുക്ക് ചിലപ്പോൾ എല്ലാം നോട്ട് ചെയ്യാൻ സമയം കിട്ടില്ല. സോ വാട്ട് ദെൻ? ഹേ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ന്യൂ ഇയർ ഒക്കെ വരികയാണ്. ആൻഡ് നമ്മൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ പേജസിലൊക്കെ ഇപ്പം കാണുവാണെങ്കിൽ റെസൊല്യൂഷൻസ്, അതുപോലെ തന്നെ ഈ ജേർണലിങ്, അതിൻ്റെ കുറേ വീഡിയോസ് ഈ ഇടയ്ക്കായിട്ട് എൻ്റെ ഫീഡിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഞാനൊന്ന് ആലോചിച്ചപ്പം കഴിഞ്ഞൊരു വർഷം വരെ ഐ വാസ് നോട്ട് ദിസ് ജേർണലിങ് പേഴ്സൺ. ചെയ്യണമെന്നൊക്കെ എവിടേക്കോ ആഗ്രഹമുണ്ട് മനസ്സിൽ, പക്ഷെ അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ പോലും അറിയാതെ ഞാനിത് ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ വിചാരിച്ചൊന്നും സ്റ്റാർട്ട് ചെയ്തതല്ല. ആൻഡ് ആ ഒരു ടൈമിൽ അത് ഭയങ്കര എഫേർട്ട്ലെസ് ആയിരുന്നു. പക്ഷെ അത് ചെയ്തു. അത് വളരെ ഫ്യൂ മിനിറ്റ്സ് ഓഫ് എ ഡേ മാത്രം കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് ദെൻ ഓവർ ദ ടൈം ദാറ്റ് ഹാസ് കോസ്ഡ് ഡ്രാസ്റ്റിക് ചേഞ്ച്. ഇത് ഇത്രയും ഇമ്പാക്ട്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞേ ഇല്ല. എന്തോ അങ്ങനെ ദൈവം തോന്നിപ്പിച്ചു, അങ്ങനെ ചെയ്തു. ആൻഡ് ഐ തോട്ട് ഓഫ് ഷെയറിങ് ഇറ്റ് വിത്ത് യു ഓൾ. കാരണം നമ്മുടെ ഈ ചാനലിൽ തുടങ്ങിയത് തന്നെ അതിന് വേണ്ടിയായിരുന്നു, ടു ആക്ച്വലി ഹെൽപ്പ് യു ഫൈൻഡ് ഔട്ട് ദ പൊട്ടൻഷ്യൽ വിത്തിൻ യു. അതാണ് നമ്മൾ ഒരുമിച്ച് ഡിസ്കവർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ട് കാണുമ്പോൾ നമുക്ക് യൂഷ്വലി ഉള്ളൊരു ടെൻഡൻസിയാണ് നമ്മളത് സ്ക്രീൻഷോട്ട് എടുത്തിടും. അപ്പോൾ ഒരു റീലിനകത്തൊക്കെ ഒരുപാട് ടൈപ്പ് ഓഫ് റീൽസ് ഉണ്ട്. ഇപ്പം വെബ്സൈറ്റ്സിനെ പറ്റിയുള്ള റീൽസ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല യൂട്യൂബ് ചാനൽസ്, ബുക്ക് റെക്കമെൻഡേഷൻസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അപ്പം നമ്മളതെല്ലാം ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ടിട്ട് അവസാനം നമ്മുടെ ഗാലറി എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അൺകെപ്റ്റ് പ്രോമിസസ് ആണ്. സോ ഇതൊക്കെ നമ്മളോട് തന്നെ വെക്കുന്ന കുറച്ച് പ്രോമിസസ് ആണ്. അതായത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പിന്നെ നോക്കാം, പിന്നെ ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ അതുപോലും നോക്കാൻ സമയമില്ലാതെ നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് പോകും. മനുഷ്യരാണ്, പക്ഷേ നമ്മളിത് എഴുതി വെച്ച് ടിക്ക് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ് അത് ചെയ്യുമ്പോൾ. കാരണം നമുക്ക് തന്നെ ഒരു ഫുൾഫിൽമെൻറ്റ് കിട്ടും. നമ്മളായിട്ട് തന്നെ വെച്ചിരുന്ന ചെറിയ ചെറിയ പ്രോമിസസ് നമ്മൾ ഫുൾഫിൽ ചെയ്യുമ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്യാനും അത് ഫുൾഫിൽ ചെയ്യാനും ഒരു എനർജി കിട്ടും. അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വിടാതെ ഇവിടെ തന്നെ എഴുതാൻ വേണ്ടി അവിടെ ഒരു സ്പേസും കിട്ടും. ഇനി അടുത്ത പറയാൻ പോകുന്നതാണ് മൈ ഫേവറേറ്റ് ടിപ്പ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ മീ ഇൻ 100 വേർഡ്സ്. അതായത് നമ്മളെപ്പറ്റി തന്നെ ഓരോ അഡ്ജക്റ്റീവ്സ്, ബാക്കിയുള്ളവർ നമ്മളെപ്പറ്റി പറഞ്ഞതല്ല, നമ്മളെ കുറിച്ച് തന്നെ ചിന്തിച്ച് എഴുതേണ്ട വേർഡ്സ് ആണ്. ചില സമയത്തുണ്ടല്ലോ നമ്മളെക്കുറിച്ച് തന്നെ ഇങ്ങനെ അഡ്ജക്റ്റീവ്സ് നോക്കുമ്പം ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ലെന്നേ. അപ്പം നമ്മളിങ്ങനെ അയ്യോ ഇനിയും ഇതിലുണ്ടോ, എങ്ങനെ ഇത് 100 ആക്കും? കാരണം ഇപ്പോൾ ഓൾറെഡി എൻ്റേത് ഒരു 46 വേർഡ്സ് ആയിട്ടുണ്ട്. നമ്മളെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ചാലഞ്ച് കിടക്കുന്നത്. അതുകൊണ്ടാണ് 100 വേർഡ്സിൽ നമ്മളെ ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ 1 വേർഡ് എ ടൈം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. അതൊക്കെ പ്രത്യേകിച്ച് നമുക്ക് ഒന്നിൽ കൂടുതൽ ഒരു 5 or 6 വേർഡ്സ് ഒക്കെ എഴുതാൻ പറ്റും. പക്ഷെ പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അതാണ് ഫസ്റ്റ് റൂള്, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. സോ അപ്പം ഓരോ പ്രാവശ്യം എഴുതാൻ വേണ്ടി എടുക്കുമ്പോഴും ആ ഫുൾ വായിച്ച് നോക്കണം, ആ വേർഡ്സ് റിപ്പീറ്റ് ചെയ്യാതെ വേറെ എന്താണ് പുതിയതായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുക. നമ്മളെക്കുറിച്ച് തന്നെ കുറച്ച് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുമല്ലോ. ആ ഒബ്സർവ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും, പക്ഷെ നമ്മൾ ആ ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടി എപ്പോഴും നല്ലതാണ് ഇത് നമ്മളൊന്ന് നോട്ട് ഡൗൺ ചെയ്യുമെങ്കിൽ. സോ തിങ്സ് ദാറ്റ് വേ മീ ഡൗൺ എന്ന് ഞാൻ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്ന ഒരു പേജാണ് ഇത്. സോഷ്യലി, ഇമോഷണലി, സ്പിരിച്വലി ആൻഡ് അക്കാഡമിക്കലി. സോ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇറ്റ്സ് എ ബോണസ് സ്റ്റെപ്പ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജേർണൽ ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ നിങ്ങൾ വായിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പോ നിങ്ങൾ വേർഡ് സെർച്ച് കുറച്ച് നേരം ചെയ്തിട്ട് വായിക്കുകയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ജേർണൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജേർണലോ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നമുക്ക് ആ ഒരു മൂഡ് കിട്ടും എഴുതാനും വായിക്കാനും ഒക്കെ. വൈ ഇസ് ദിസ് ഇസ് ബിക്കോസ് നമ്മൾ ഒരു വേർഡ് ഫോക്കസ് ചെയ്തിട്ട് ആ വേർഡ് അവിടെ കണ്ടുപിടിക്കുന്നു, അടുത്ത വേർഡ് നോക്കുന്നു, അടുത്ത വേർഡ് കണ്ടുപിടിക്കുന്നു. നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് നമ്മുടെ അറ്റൻഷനെ കൊണ്ടുവരും. ഞാൻ ഏറ്റവും ബിസി ആയിട്ടുള്ള ടൈമിൽ ഞാനിത് ഫോളോ ചെയ്തുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എത്ര ബിസി ആണെങ്കിലും, എത്ര നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്നില്ലെങ്കിലും ഇടയ്ക്കൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും. അത് ഞാൻ ഗ്യാരണ്ടി. കാരണം ഞാനും അങ്ങനെയൊക്കെ എവിടെയൊക്കെയോ ഇരുന്ന സമയത്തും ബിസി ആയിട്ടുള്ള ടൈമിലും ഒക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. സോ സ്മൈൽ മോർ ആൻഡ് ബി യു.